1988 നവംബർ മാസം. തീയതി എനിക്ക് തോന്നുന്നു ഒരു 13-14 ആയിരിക്കും. പക്ഷേ അത് ഒരു ദിവസം കൊണ്ട് തീരുന്ന സംഭവമല്ല. ഇത് ഏറെ കുറച്ച് പറയാനുള്ളതാണ്. അവിടെ ഒരു വിമൻസ് എൻജിനീയറിംഗ് കോളേജ്, അത് ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ എൻജിനീയറിംഗ് കോളേജ് പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 5-8 കിലോമീറ്റർ ദൂരെ മാറിയുള്ള സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഒരു സുപ്രഭാതത്തിൽ ഒരു പെൺകുട്ടി പറയുന്നു, എൻ്റെ മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന വാച്ച് കാണുന്നില്ല, വള അവിടെ എടുത്ത് വെച്ചിരുന്നു, അത് കാണുന്നില്ല. ഒപ്പം എൻ്റെ 1-2 അണ്ടർ ഗാർമെൻറ്റ്സ് ഞാനവിടെ ഇട്ടിരുന്നു, രാത്രി കിടക്കാൻ നേരത്ത് ഊരിയിട്ടതാണ്, അതും കാണുന്നില്ല എന്ന് വാർഡനോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ വാർഡൻ വന്ന് നോക്കിയിട്ട് താൻ എവിടെയെങ്കിലും മാറ്റിയിട്ടായിരിക്കും പോയി നോക്കി, ഇവിടെ ആരും ഒന്ന് എടുത്തിട്ട് പോകാനായി, 3-ാം നിലയിൽ ആര് കയറാനായി, ആരും എടുത്തിട്ട് പോകാൻ, ആർക്കതിൻ്റെ ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഇല്ലാത്ത എന്താ ഇന്ന് പുതിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വഴക്ക് പറഞ്ഞു. ആ കുട്ടി എവിടെ വെച്ച് മറന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് പോയതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഈ മോഷണം പോയ സംഗതികളൊക്കെയാണല്ലോ, വാച്ച്, വള, അണ്ടർ ഗാർമെൻറ്റ്സ്, ഇതാണ് മോഷണം പോയത്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിലൊന്നും അറിയിച്ചൊന്നുമില്ല. അതങ്ങനെ പോട്ടെ, ഇനി എവിടെയെങ്കിലും കിട്ടുമായിരിക്കും, ഇനി ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും വൈകിട്ട് ശ്രദ്ധിച്ച് കിടക്കണം, അടച്ചിട്ടൊക്കെ കിടക്കണം, ജനൽ അടയ്ക്കണം. 3-ാം നില ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. സാധാരണ ഇതിൽ അങ്ങനെ ഒരു കയറി വരേണ്ട കാര്യം സാധാരണഗതിയിൽ ഉണ്ടാകുന്നില്ലല്ലോ. താഴേക്കാണെന്നുണ്ടെങ്കിൽ ജനൽ തുറന്നിട്ടൊക്കെ എടുത്തിട്ട് പോകാം. ഇതല്ല, 3-ാം നിലയിലാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം വേറെ ഒരു റൂമിൽ ഒരു കുട്ടി ഇതേ കംപ്ലയിൻറ്റ് പറഞ്ഞു. മേശപ്പുറത്ത് ഊരി വെച്ചിരുന്ന എൻ്റെ സ്വർണം 1-2 അത് ചെറിയ സാധനങ്ങളുള്ള വാച്ച്, ഇത് പിന്നെ അണ്ടർ ഗാർമെൻറ്റും അതും പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സംഭവ സ്ഥലത്തെത്തി. ഞാൻ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ മാതിരി രണ്ടാമത്തെ സംഭവമാണ് ഫസ്റ്റ് FIR ഇടുന്നത്. ആദ്യത്തെ കേസ് പോലീസ് അറിഞ്ഞിട്ടില്ല. ഈ രണ്ടാമത്തെ സംഭവം കൂടെ നടന്നപ്പോഴാണ് നമ്മൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ 3-ാമത്തെ നിലയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ ഫ്രണ്ട് ഗേറ്റ് ഒരു 9 മണിക്ക് അവർ പൂട്ടും. ഇതാണ് ഗ്രിൽസാണ്, അത് ചെയിനിട്ട് പൂട്ടും, അല്ലാതെ പൂട്ടും. ലേഡീസ് ഹോസ്റ്റലായതുകൊണ്ട് അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അത് അവിടുന്ന് ആരും വന്നിട്ടുമില്ല, പോയിട്ടുമില്ല, അവർ കയറിയിട്ടുമില്ല. ഈ 3-ാം നിലയിൽ നിന്ന് പോയിട്ടുണ്ട്, സാധനം പോയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പോയെന്ന് അറിയില്ല. ഈ കുട്ടിയും പറയുന്നത് സെയിം കംപ്ലയിൻ്റാണ്. അങ്ങനെ വന്നു, നമ്മളവിടെ കയറി അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ അകത്തുനിന്ന് കുട്ടി അടച്ചിരിക്കുകയാണല്ലോ, പൂട്ടിയിരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ല, ഒന്നുമില്ല. അങ്ങനെ പുറത്തുനിന്നും ആരെങ്കിലും വന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയാമെന്ന് വിചാരിച്ച് നോക്കിയിട്ട് അങ്ങനെ പുറത്ത് പോയി നമ്മൾ ഇതിൻ്റെ ഈ ഏണിയൊക്കെ കയറി സൺഷെയ്ഡിൽ കൂടെ വളരെ സൂക്ഷിച്ചൊക്കെ നടന്ന് അതിൻ്റെ അവിടെ ചെന്ന് ഈ ജനൽ പാളികൾ, ഒരു പാളി അടച്ചിരുന്നു, ഒരു പാളി തുറന്നു കിടന്നാണെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ജനൽ പാളികൾ പുറത്ത് നിന്നുകൊണ്ട്, അകത്ത് നിന്ന് അത് നോക്കാനും പറ്റില്ല, കാരണം ഗ്രിൽസ് കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 3 അടി 2 അടി അല്ല 1 അടിയോളം വ്യത്യാസത്തിൽ ഇങ്ങനെ 4 കമ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ജനൽ പാളികൾ പുറത്ത് നിന്ന് അതിൻ്റെ ഞാനീ പറഞ്ഞതുപോലുള്ള വൈറ്റ് കെമിക്കൽസ് ഉപയോഗിച്ച്, ബ്രഷ് ഉപയോഗിച്ച്, ഞാനീ പറഞ്ഞ ഈ ക്രമൽ സെയർ ബ്രഷ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള സാധനമാണ്, അത് ഉപയോഗിച്ച് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരു 2-3, അതായത് ഈ കതക് ഇങ്ങനെ പിടിച്ച് തുറക്കുമ്പോൾ ഈ ഭാഗത്ത് തള്ളവിരലും ഈ ഭാഗത്ത് മറ്റ് വിരലുകളും വരണമല്ലോ, മൊത്തം അല്ലെങ്കിൽ 1-2 വിരലുകളെങ്കിലും വരണമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഭാഗത്ത് അതും ഈ മറ്റേ കഥയിൽ തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഇടത് കൈ ആയിരിക്കും അവിടെ വരിക. ഏകവശത്ത് ഈ തമ്പും മറ്റു മറുഭാഗത്ത് ഈ വിരലുകൾ 1-2 അതിലധികം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫിംഗർ പ്രിൻറ്റ് കിട്ടി. സ്വാഭാവികമായിട്ടും നമ്മൾ മുറിക്ക് അകത്ത് നിന്ന് അടയ്ക്കുമ്പോൾ ഒരിക്കലും പുറത്തിറങ്ങി ഇങ്ങനെ പിടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കഥവ് തുറക്കില്ലല്ലോ, ഒരിക്കലും തുറക്കില്ല, നമ്മളിങ്ങനെ തള്ളി തുറക്കും. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ട് തള്ളി തുറക്കും, അതേ ഉണ്ടാവുള്ളൂ. അതല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ കഥ തുറന്നിടാൻ വേണ്ടി നമ്മളിങ്ങനെ പിടിച്ച് ഇങ്ങനെ കൈ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് വന്ന ഒരാരോ ഇത് ചെയ്തിട്ടുള്ളത്, തുറന്നിട്ടുള്ളതെന്നുള്ളത് ഉറപ്പാണ്, ഈ ജനൽ തുറന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ 3-ാം നിലയിൽ ആളെങ്ങനെ എത്തി? അവിടെ ആ കോമ്പൗണ്ടിനകത്ത് ആരും വന്നതും പോയതുമായിട്ടും ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ ഫിംഗർ പ്രിൻറ്റ് ഇതിൻ്റെ പുറത്തുനിന്ന് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അത് പോലീസ് ഫോട്ടോഗ്രാഫർ കൊണ്ട് ഫോറൻസിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ക്ലോസപ്പ് ഫോട്ടോഗ്രാഫ് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അത് ലിഫ്റ്റ് ചെയ്തു. അത് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഈ ഫിംഗർ പ്രിൻറ്റ്സിൻ്റെ ഇതിൽ ചില ഓബ്ജക്റ്റുകളിൽ നമ്മളിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരു ഷെൽഫ്, ഗോദ്രേജിൻ്റെ ഒരു അയൺ സേഫ് ആണെന്നിരിക്കട്ടെ, അതിൻ്റെ മുകളിൽ അതിൻ്റെ ഹാൻഡിലോ അതിൻ്റെ പുറത്തോ എവിടെയെങ്കിലും നമ്മളൊരു ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്താൽ ആ പ്രിൻ്റ് ഇന്നടത്തു നിന്നാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത് നാളെ എവിഡൻസായി കോടതിയിൽ വരുമ്പോൾ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ സാധനം കോടതിയിലെത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പാവപ്പെട്ടവനെ പിടിച്ച് തല വയ്ക്കാൻ വേണ്ടിയിട്ട് കേസ് പറഞ്ഞാണെന്ന് പറഞ്ഞാൽ അത് ഒരു ആരോപണം വരാമല്ലോ, തീർച്ചയായിട്ടും എക്സ്പെർട്ടിനെതിരെയും പോലീസിനെതിരെയും. അതുകൊണ്ട് നമ്മൾ സുരക്ഷിതത്വത്തിന് വേണ്ടി, അതിൻ്റെ എവിഡൻസിൻ്റെ ആ ഒരു 100% സാങ്ക്ടിറ്റി സൂക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ ഡെവലപ്പ് ചെയ്തപ്പോൾ ഒരു വലിയൊരു ഷെൽഫാണ്, കാസ്റ്റ് ഷെൽഫാണ്, ഒരു ഷെൽഫിൻ്റെ മുകളിൽ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ഡെവലപ്പ് ചെയ്തു.
ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ്റെ കോഡ് നമ്പർ ഏതെങ്കിലും നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് മലമ്പുഴ എന്നുണ്ടെങ്കിൽ MP എന്ന് എഴുതി വെക്കുക, അത് കഴിഞ്ഞ് ഡേറ്റ് എഴുതി, ക്രൈം നമ്പർ എഴുതി, ഒപ്പിട്ടു. ഇതിൻ്റെ അടിയിൽ ഇത്രയും ഒരു ഫ്രെയിമിൽ വരത്തക്കൊണ്ട് ചെയ്തു. അതിനുശേഷം ഈ പറഞ്ഞ മാതിരി ഹോസ്റ്റലാണെങ്കിൽ അവിടുത്തെ വാർഡൻ ഉണ്ടാവും, പ്രിൻസിപ്പൽ ഉണ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഉണ്ടാവും. അവരെ കൊണ്ടും അതിൻ്റെ അടിയിൽ അവരുടെ ഒരു ഇനിഷ്യൽസും വെച്ച് തീയതിയും വെച്ച് ടൈമും വെച്ച് ഒരു ഒപ്പിടിച്ചിട്ടുണ്ടാവും. അത് അവിടുന്ന് നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്നു. ഫോട്ടോഗ്രാഫി ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ സെലോഫേൻ ടേപ്പിൻ്റെ 1 ഇഞ്ചിൻ്റെ വീതിയുള്ള സെലോഫേൻ ടേപ്പ്, അതാണ് സാധാരണ വീതി. കാരണം നമ്മുടെ കൈയുടെ വീതി ഏകദേശം അതിൽ താഴെ വരുള്ളൂ, കൈയുടെ അതിനകത്ത് നിൽക്കുള്ളൂ. അപ്പോൾ ഈ 1 ഇഞ്ച് വീതിയുള്ള സെലോഫേൻ ടേപ്പ് ഉപയോഗിച്ച് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഒരിടത്തു നിന്ന് മറ്റിടത്ത് അറ്റം വരെ നമ്മളിങ്ങനെ തേച്ച് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പതുക്കെ അതിന് ലിഫ്റ്റിംഗ് എന്നാണ് പറയുക, പ്രോസസ്സിന് പറയുക, ഫിംഗർ പ്രിൻറ്റ് ലിഫ്റ്റിംഗ്. അതിങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റിൽ ഒരു വെള്ള ഫിംഗർ പ്രിൻ്റ് ആണെന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നിലൊരു പ്ലെയിൻ ഗ്ലാസ്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് കളറുള്ള ഏതെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റിന് മുകളിൽ വളരെ ശ്രദ്ധാപൂർവ്വം ഫോൾഡുകളൊന്നും വരാതെ ഇത് ശ്രദ്ധാപൂർവ്വം അതിൽ ഒട്ടിച്ചതിന് ശേഷം ഈ പറഞ്ഞ അതിനകത്ത് സാക്ഷിയുടെ ഒപ്പ് ഇതിലുണ്ട്. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചെയ്ത പ്രിൻ്റിൽ അത് അടയാളമുണ്ട്. അതിന് പുറമെ ഈ ഒബ്ജക്റ്റിലും ഈ സാക്ഷിയുടെയും കൂടെ സിഗ്നേച്ചറും വാങ്ങി ഡേറ്റും വെച്ച് ചെയ്തിട്ട് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് പാക്ക് ചെയ്ത് കോടതിയിലേക്കൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിൽ ഇതൊക്കെ ചെയ്തിട്ട് വാർഡനെ കൊണ്ടും ഒപ്പിടിച്ച് വാങ്ങി ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പോൾ ഇത് ഏറ്റവും പറ്റുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 3ാം നിലയിലാണ്, അവിടെ കയറി നോക്കണ്ടേ. അപ്പോൾ അതിന് ചെയ്ത ഒരു യുക്തി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 നില വരെ കയറുന്നതിന് ഏണി കിട്ടി. നമ്മുടെ ഈ ചവിട്ടി അത് ഇങ്ങനെ ചവിട്ടി കയറണം. അതായത് ഇതല്ല, ഒറ്റ ഇതുണ്ടല്ലോ മുള ഏണിയാണ്. മുളയാൽ ഇങ്ങനെ പിടിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം കയറേണ്ടതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കയറാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അതിന് മുകളിൽ നിന്ന് കയറിട്ടിട്ട് ഒരു ഊഞ്ഞാൽ പോലെ ഉണ്ടാക്കി അതിനകത്ത് ഞാൻ കയറി നിന്നിട്ട് അവിടെ 3-4 നല്ല ശാരീരികമായിട്ട് എന്നെ വിടില്ലാതെ ഉറപ്പുള്ളവർ നിന്നിട്ട് എന്നെ ഉയർത്തി അവിടെ ജനലിൽ കൊണ്ടുവന്ന് അങ്ങനെയാണ് സൺഷെയ്ഡിലെത്തിയത്. അങ്ങനെ അവിടെ നിന്നിട്ടാണ് ഇത് നോക്കിയത്. അതിനുശേഷം വീണ്ടും വരുന്നു കേസ്. അപ്പോൾ നമുക്ക് ഈ ലിഫ്റ്റ് ചെയ്ത സാധനം നമ്മുടെ കയ്യിലുണ്ട്, അത് കൊണ്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ബ്യൂറോയിൽ കൊണ്ട് നോക്കുമ്പോൾ അവിടെ ആരുടെതുമല്ല. ആരുടെന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കോർഡഡ് ക്രിമിനൽസ് ആരുമല്ല. ഒരു 4 ദിവസം വരെയെങ്കിലും ആരും കിട്ടിയിട്ടില്ല. പിന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആ റൂമിൽ താമസിക്കുന്ന കുട്ടികളുടെ ഫിംഗർ പ്രിൻറ്റ്സ് കൊടുത്തു. ഒരു പക്ഷേ ആരെങ്കിലും ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണമല്ലോ. അതിന് ഇൻമേറ്റ്സിൻ്റെ പ്രിൻറ്റിൻ്റെ എലിമിനേഷൻ എന്നാണ് പറയുക. അത് ഇൻമേറ്റ്സിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്നവരാണ്. അപ്പോൾ അങ്ങനെ അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ദിവസം നോക്കി നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് റെക്കോർഡ്സിൽ നോക്കിയിട്ട് ഇങ്ങനെ ഒരാളെ കിട്ടുന്നില്ല. വീണ്ടും വരുന്നു കേസ്. അതേ ഇതിൽ തന്നെ വേറൊരു മുറിയിൽ വീണ്ടും ഈ പെൺകുട്ടികളുടെ ഒരു കുട്ടിയുടെ ഓർണമെൻറ്റ്സ്, ക്യാഷ്, അണ്ടർ ഗാർമെൻറ്റ്സ്, ഈ എല്ലാ കേസിലും അണ്ടർ ഗാർമെൻറ്റ്സ് മിസ്സിംഗ് എന്നുള്ളത് ഒരു ഇതാണ്. പിന്നെ കിട്ടുന്ന ഓർണമെൻറ്റ്സ് എന്തായാലും ചെയ്ത് വാട്ട് എവർ ഇറ്റ് ബി, ക്യാഷ് ആണെങ്കിൽ അതും പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 3-4 കേസിൽ കിട്ടി, ഫിംഗർ പ്രിൻറ്റ് കിട്ടി. അത് വിശദമായ പരിശോധന നടത്തിയില്ല. നമ്മുടെ സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ സെർച്ച് നടത്തിയിട്ട് അവിടുത്തെ റെക്കോർഡ്സിൽ അതില്ല. അപ്പോൾ പിന്നെ ഇടയ്ക്ക് ഒന്നും കൂടെ പറയാം. ഈ ഫിംഗർ പ്രിൻറ്റ്സ് ബ്യൂറോ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് ഓരോ സ്റ്റേഷനിലും ഈ കുറ്റവാളികളായി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരുടെ ഫിംഗർ പ്രിൻറ്റ്സ് എടുത്തിട്ട് അത് കേസ്, ക്രൈം നമ്പർ, തീയതി മുതലായ അയാൾ എന്തൊക്കെ പേരുകൾ പറയുന്നു ഇതെല്ലാം വെച്ചിട്ട് അത് ഒരു സ്ലിപ്പ് ഉണ്ടാക്കി, ഡെയിലി അറസ്റ്റ് സ്ലിപ്പ് എന്നാണ് പറയുക, DA സ്ലിപ്പ്. ഈ ഡെയിലി അറസ്റ്റ് സ്ലിപ്പ് ഓരോ സിംഗിൾ ഡിജിറ്റ് ബ്യൂറോയിലേക്കും അയച്ചു കൊടുക്കും. അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പിറ്റേ ദിവസം തന്നെ അയച്ചു കൊടുക്കും. അപ്പോൾ ഈ പെൻഡിങ് ആയിട്ടുള്ള ചാൻസ് പ്രിൻറ്റുകൾ, ഞാനീ പറഞ്ഞ പോലെ ജനലിൽ നിന്ന് നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞല്ലോ, അതുപോലുള്ള ചാൻസ് പ്രിൻറ്റുകൾ ഈ പെൻഡിങ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഇതിനകത്ത് ആരെങ്കിലും ഈ കേസിൽ ഇയാൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും പ്രിൻറ്റുകൾ പെൻഡിങ് പ്രിൻറ്റ് ഇയാളുടേതാണോ എന്ന് നമ്മൾ നോക്കിയിട്ട് പറയും. ഇതിൽ തോമസ് കുട്ടി എന്ന് പറഞ്ഞ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരാൾ ഇബ്രാഹിം കുട്ടി എന്ന് പറഞ്ഞ പേരിൽ അയാൾ മറ്റേ കുഹങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ച് റിപ്പോർട്ട് കൊടുക്കും. ഇത് തോമസ് കുട്ടി ഇബ്രാഹിം കുട്ടി ഒന്നാണ്, നാരായണൻ നായർ എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. കാരണം 8-10 പേരുകൾ പറയുന്ന ക്രിമിനൽസ് ഉണ്ട്. അവരുടെ പേര് പറഞ്ഞാൽ അതിനനുസരിച്ച് അച്ഛൻ്റെ പേര്, വീട്ടുപേരും ഒക്കെ കൃത്യമായിട്ട് മാറി പറയുന്ന ക്രിമിനൽസ് ഉണ്ട്. 14 പേരുകൾ വരെ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, വിവിധങ്ങളായ പേരുകൾ. പക്ഷേ ഇതൊന്നല്ലേ ഉള്ളൂ.
അപ്പോൾ എന്തായാലും ശരി. അപ്പോൾ അങ്ങനെ ഈ ഡി എ സ്ലിപ്പ് വെച്ച് നോക്കിയിട്ടൊന്നും ഇതിൽ ഇയാളെ ഈ കേസ് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ അവിടെ നോക്കി, അതിനുശേഷം നെയ്ബറിംഗ് ബ്യൂറോസിൽ നോക്കി, മറ്റുള്ള ജില്ലകളിൽ പോയി നോക്കി, സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ അവിടെ ഈ കംപ്ലീറ്റ് റെക്കോർഡ്സ് നമ്മൾ അതിന് ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഈ ആർച്ച്, ലൂപ്പ്, വേൾ, കോമ്പസിറ്റ് എന്ന് പറയും. നമ്മൾ ഈ 10 ഫിംഗർ പ്രിൻറ്റ്സും നമ്മൾ ഒരു സ്ലിപ്പിൽ എടുത്തിട്ട് തമ്പ്, ഇൻഡെക്സ്, മിഡിൽ, റിംഗ്, ലിറ്റിൽ, അങ്ങനെ ഫസ്റ്റ് ലെയർ എടുത്തു. സെക്കൻഡ് ലെയറിൽ ലെഫ്റ്റ് തമ്പ്, ഇൻഡെക്സ്, മിഡിൽ, റിംഗ്, ലിറ്റിൽ, അങ്ങനെ 10 എണ്ണം ഒട്ടിച്ചതിന് ശേഷം ഇവിടെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതിന് ഓരോന്നിനും ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ട് അതിന് വാല്യൂ ഉണ്ട്. അതിൻ്റെ ഓരോ പ്രിൻറ്റും ഓരോ പാറ്റേണും ഒരു ഇന്ന നമ്പറായിട്ട് വരികയാണെങ്കിൽ ഇന്ന വാല്യൂ, ഇന്ന നമ്പറായിട്ട് വരികയാണെങ്കിൽ ഇന്ന വാല്യൂ, ഇൻഡെക്സിൽ ഫിംഗറിൽ വരികയാണെങ്കിൽ ഇന്ന വാല്യൂ. അപ്പോൾ നമ്മളിങ്ങനെ അത് അറേഞ്ച് ചെയ്ത് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ സൂക്ഷിക്കും. അപ്പോൾ അതിനുശേഷം ഈ ഫിംഗർ പ്രിൻറ്റ് കിട്ടിയ സ്ഥലത്ത് നിന്ന്, ചാൻസ് പ്രിൻറ്റ് കിട്ടിയ സ്ഥലത്ത് നിന്ന് ഏറെക്കുറെ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന ഫിംഗർ ആയിരിക്കാം എന്ന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ അതിന് വാല്യൂ എത്രയാണ്, അത് വരികയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷനിലുള്ള നമ്മുടെ റെക്കോർഡ്സിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ആദ്യം നോക്കും. അത് കഴിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഫിംഗർ പ്രിൻറ്റ്സും ഓരോന്നും 1 by 1. ഞാനൊക്കെ സർവീസുള്ള കാലത്ത് ഈ പറഞ്ഞ ഈ മാനുവലായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, വേറെ യാതൊരു സിസ്റ്റം ഉണ്ടായിട്ടില്ല തുടക്കകാലത്തൊക്കെ. അതിനുശേഷം നോക്കിയിട്ടപ്പോൾ എങ്ങനെ കിട്ടുന്നില്ല, ഫിംഗർ പ്രിൻറ്റ് സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ പോയിട്ടും കിട്ടുന്നില്ല. പക്ഷേ ഈ സംഭവം 8 കേസായിരിക്കുന്നു, ആളിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു 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 ഔട്ട് ഓഫ് ദി ഒരു എക്സ്പെർട്ട് എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്ക് ഈ കേസിന് എങ്ങനെ തുമ്പുണ്ടാക്കാൻ പറ്റും, ഒരു എക്സ്പെർട്ടിന് നമുക്ക് എന്താ ചെയ്യാൻ, ഒരു കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പറ്റും ഈ കേസ് തെളിയിക്കാൻ, ഇതല്ലാതെ വേറൊരു തെളിവ് കിട്ടില്ല താനും. മധ്യപ്രദേശ്, ആൻഡമാൻ, ലക്നൗ, ബറോഡ, നാഷിക്, ഡൽഹി, ആഗ്ര, ഗോളിയോർ. സഞ്ചാരം പെൻഡ്രൈവ് വോള്യം നമ്പർ 22. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഈ 8 കേസിലും നമുക്ക് കിട്ടിയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ്സ് വെരി സെയിം. തമ്പ്, റൈറ്റ് തമ്പുണ്ട്, ലെഫ്റ്റ് തമ്പുണ്ട്, മറ്റ് ഫിംഗേഴ്സുണ്ട്. അതിൻ്റെ പൊസിഷൻ കറക്റ്റാണ്. അപ്പോൾ ഇത് ഏതോ ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഉറപ്പിച്ചു. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് ഏതാണ് നമ്മുടെ സ്റ്റേറ്റ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ വരെ ഇല്ല, ഇങ്ങനൊരു ക്രിമിനൽ ഇല്ല, തമിഴ്നാട്ടിലില്ല. ഇത് ഇങ്ങനെ ഒരു അജ്ഞാത ജീവി എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഇതാണല്ലോ. മാത്രമല്ല എല്ലാ കേസുകളിലും പോയിട്ടുള്ളതിൽ ഈ പറഞ്ഞ ഈ കുട്ടികളുടെ ഈ അണ്ടർ ഗാർമെൻറ്റ്സും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഒരു അബ്നോർമൽ മെൻറ്റാലിറ്റി ഉള്ള ഒരാളായിരിക്കാം ഇതിൻ്റെ പ്രതി എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലെത്തി. അങ്ങനെ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എണ്ണം കൂടിക്കൂടി വരികയാണ്. 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. അപ്പോൾ ഇനിയും നടക്കില്ല എന്ന് എന്താ ഉറപ്പ്? ഇനിയും ചെയ്യാമല്ലോ അത്. അപ്പോൾ ആരും അവിടെ വന്നതായിട്ടോ മതിൽ ചാടി കിടന്നതായിട്ടോ ഒന്നും അറിയില്ല. വാച്ച്മാനുണ്ട്, അയാൾ വളരെ ജാഗ്രതയോടെ എന്ന് പറഞ്ഞു ഇവിടെ ആരും വന്നിട്ടില്ല സാർ, ആരും പോയിട്ടുമില്ല, ഇവിടെ ആരും കടന്നിട്ടുമില്ല. ഈ ഗ്രിൽസാണ്, അത് ചങ്ങലയിട്ട് പൂട്ടിയിട്ടുണ്ട്, അല്ലാതെ അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതിനകത്ത് ആൾ കടന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇതിൻ്റെ പ്ലേസ് ഓഫ് ഒക്കറൻസ് പ്രാധാന്യം വരുന്നു. 3-ാം നിലയിലാണ് ഈ സംഭവങ്ങളുടെ പെൺകുട്ടികളുടെ ഈ ആ മോഷണം പോയതൊക്കെ ആ ഫ്ലോറിലുള്ള കുട്ടികളുടേതാണ് പോയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയുള്ള വേറെ ആൾക്കാർ താമസിക്കുന്നതാണ്. അപ്പോൾ ആ നിലയിലുള്ള അവിടെ എങ്ങനെ ആളെത്തും? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ദൂരെ നിന്ന് വഴിക്ക് ആരെങ്കിലും വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഉദാഹരണമായിട്ട് ഇപ്പോൾ പാലക്കാട് ഒരു കേസ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഒരാൾ മദ്രാസിൽ നിന്നോ അല്ലെ ഹൈദരാബാദിൽ നിന്നോ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോകുമെന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ഏരിയ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം, ആ ലൊക്കേഷൻ പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കണം. പിന്നെ ഈ മോഷണം പോകുന്നതിൽ എല്ലാ കേസിലും ഈ പറഞ്ഞ സ്ത്രീകളുടെ ഈ കുട്ടികളുടെ ഈ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഉള്ളതായതുകൊണ്ട് ഒരു മനോരോഗം ഉള്ള ആൾ, ഒരു വൈകൃതമുള്ള ഒരാളാണ് ഇത് ചെയ്തത് എന്നുള്ളതും പ്രൈമറിലി നമുക്കത് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ 3 കേസ് കഴിഞ്ഞപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് വരാനുള്ള പാലക്കാട് ടൗണിൽ നിന്നുള്ള ഏറ്റവും അടുത്ത വഴി പാസ് ചെയ്യുന്നത് ഒരു റെയിൽവേ ക്രോസിങ്ങിൻ്റെ അടുത്തുകൂടിയാണ്. അടുത്തല്ല, റെയിൽവേ ക്രോസിങ് കഴിഞ്ഞിട്ട് വേണം പോകേണ്ടത് ഈ സ്പോട്ടിലേക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു 10-16 കിലോമീറ്റർ ചുറ്റി വേറെ വഴിക്കൊക്കെ വേണം വരേണ്ടത്. അത് തന്നെ അത് ഈ ഒരു ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് ഈ 1.5 കിലോമീറ്ററാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസും ഈ റെയിൽവേ ഗേറ്റുമായിട്ടുള്ളത്. അതും ടൗണുമായിട്ട് 4 കിലോമീറ്റർ വ്യത്യാസമേ. അപ്പോൾ റെയിൽവേ ഗേറ്റ് കീപ്പറുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഈ സമയത്ത് ഇന്ന ദിവസം ഇത്ര മണിക്ക് ശേഷം നിങ്ങൾ എത്ര മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു? അത് ഞാൻ രാവിലെ വരെ ഉണ്ടായിരുന്നു സാറേ. ഇതിനിടയ്ക്ക് ഈ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വല്ല വാഹനങ്ങളോ ബൈക്കോ കാറോ എന്തെങ്കിലും ആളുകളോ മറ്റോ നടന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല, ഒരു കാറിങ്ങനെ വന്ന് പോയി, അത് കഴിഞ്ഞ് തിരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ച് ഇന്ന വണ്ടി പാസ് ചെയ്യാൻ വേണ്ടി ഞാൻ ക്രോസിങ് അടച്ചിട്ടിരുന്നപ്പോൾ ആ വണ്ടി അവിടെ കിടന്നു. ക്രോസിങ് കഴിഞ്ഞ് തുറന്നപ്പോൾ ആ വണ്ടി തിരിച്ച് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു.
അപ്പോൾ ആ ഒരു വണ്ടി നമ്മൾ ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു എലിമെൻറ്റ് ഓഫ് ഒരു ഐഡിയ. അതിന് ശേഷം ഈ 4ാമത്തെ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഈ വ്യക്തിയോട് പോയി ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ഞാൻ ഇന്നലെ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, സാറേ ആ ഒരു കാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്നലെ അതിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നമ്പറൊന്ന് എഴുതി വെക്കുമോ, അല്ലെങ്കിൽ ഈ പറഞ്ഞവർ പാസ് ചെയ്യുമ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ ഒരു ഉപകാരമായിരുന്നു പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ എഴുത്തും വായനൊന്നും അറിയുന്നില്ല, പറഞ്ഞാൽ ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല, പിന്നെ എന്തെങ്കിലും അടയാളം ഉണ്ടെങ്കിൽ ഞാൻ പറയാം സാർ, ഇനി വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4-5 ദിവസത്തിന് ശേഷം അടുത്ത കേസ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോഴും ചെല്ലുമ്പം ഇയാൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അതിനെപ്പറ്റി പറഞ്ഞത്, സാറേ ഒരു കൊട്ടാരം പോലത്തെ ഒരു കാറാണ്, ഒരു വലിയൊരു കാറാണ് അത്, നമ്മുടെ സാധാരണ ഇവിടങ്ങളിലും ഇങ്ങനെയുള്ള കാറല്ല, വലിയൊരു പണക്കാരൻ്റെ കോടീശ്വരൻ്റെ പോലെ കാറുള്ള ഒരു കാറാണ് എന്ന് പറഞ്ഞു. ഇതിലങ്ങനെ പോയി വേറെ കാണാറില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്നും ഈ 5ാമത്തെ കേസ് നടന്നപ്പോഴും നമ്മൾ ഈ പറഞ്ഞ മാതിരി മുകൾ നിലയിൽ കയറി, അന്ന് പിന്നെ കുറേ കൂടെയൊക്കെ തയ്യാറെടുപ്പിലായിരുന്നു. ഈ ആലാത്ത് കോണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആലാത്ത് കോണി എന്ന് പറഞ്ഞാൽ കയറിൽ ഈ 2 റോപ്പിൽ നമ്മൾ ഈ ക്രോസ് പടി കെട്ടിയിട്ട് അതിനകത്തൂടെ ചവിട്ടി ഇറങ്ങാം ആലാത്ത് കോണി എന്ന് പറയുന്നത്. അത് മുകളിൽ ഭദ്രമായിട്ട് ബന്ധിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തൂങ്ങി ഇറങ്ങിയിട്ട് അതിൽ ചവിട്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഈ ഫിംഗർ പ്രിൻറ്റ്സ് ഡെവലപ്പ് ചെയ്തത്, കുറേ കൂടെ സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ. എനിക്കും കയറൊക്കെ കെട്ടി വീണ് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഈ 6 കേസിലും ഈ 3-4ാമത്തെ കേസ് മുതൽ ഈ കൊട്ടാരം പോലത്തെ കാറ് ഈ റെഫറൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള CD പാർട്ടി എന്ന ക്രൈം ഡിറ്റക്ഷൻ പാർട്ടി എന്ന് പറഞ്ഞൊരു കോൺഫിഡൻഷ്യലായിട്ട് കേസുകൾ അന്വേഷിക്കുന്ന ഒരു ടീമുണ്ട്. അപ്പോൾ അവരിൽ പലരുമായിട്ട് ഞാൻ ഈ വിവരം പങ്കുവെച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ആ കേസിൽ ഇങ്ങനൊരു വലിയ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാറ് അതിൽ പാസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് ട്രേസ് ചെയ്ത് നോക്കിയാലോ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ അന്വേഷണം ചെന്ന് എത്തിയത് ഞെട്ടിക്കുന്ന ഒരു വിവരത്തിലേക്കാണ്. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള വിവരം ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ വളരെ ടോപ്പിലുള്ളവരോട് ഞാൻ പറഞ്ഞു, ഇന്നൊരു സാധ്യത കാണുന്നുണ്ട്, നമുക്കത് നോക്കണം, പക്ഷേ നമുക്കത് തൊടാൻ പറ്റിയ ആളല്ല, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെയും കൂടെ തൊപ്പി തെറിക്കുന്ന കോലമാണ് നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ പോകുന്നത്, അത് നമുക്ക് വേറെ തെളിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ വീണ്ടും അത് എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഒരു വളരെ വളരെ ഉയർന്ന VVIP ആണ്, കോടീശ്വരനാണ്, രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണ്, എല്ലാം കൊണ്ടും ഞാൻ കൂടുതൽ അതിനെപ്പറ്റി വിശദീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ എനിക്കും കൂടെ സ്വാധീനമുള്ള, ഞാൻ ഒരു PTA പ്രസിഡൻ്റായി കിട്ടുന്ന സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നു. ഫംഗ്ഷൻ നടന്നപ്പോൾ അവിടെ സമ്മാനദാനത്തിന് വേണ്ടി ഈ മനുഷ്യനെ ഞങ്ങൾ പോയി കണ്ട് അതിന് സമ്മതം വാങ്ങി സമ്മാനദാനത്തിന് വരാം എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ സമ്മാനദാനം കൊടുക്കുന്ന പേരുകൾ വിളിക്കും, ഒരു ടീച്ചർ പേരുകൾ വായിക്കും, കുട്ടികൾ വരും, വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഞാനതിൽ പറഞ്ഞു, ടീച്ചേഴ്സ് ഞാൻ അവരോട് പറഞ്ഞു, ഞാനത് കൈകാര്യം ചെയ്തോളാം, ഈ സാധനമൊക്കെ ഞാൻ തന്നെ എടുത്ത് കൊടുത്തോളാം, അവിടെ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 4 കുട്ടികളുടെ, ഇല്ലാത്ത പേരിലെ 4 കുട്ടികളുടെ സമ്മാനങ്ങളും അവിടെ വാങ്ങി വെച്ചു. അതിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഈ കുറച്ച് പബ്ലിക്കായിട്ടുള്ള ആളുകൾ, ക്ലബ്ബുകാരൊക്കെ ഇന്ന പേരിലൊരു കുട്ടിക്ക് ഒരു സമ്മാനം ഇന്നതിനൊരു കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൈകാര്യം ചെയ്തോളാം, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞോളാം, എൻ്റെ കുട്ടിയാണെന്ന് പറയുമ്പോൾ കുട്ടി ഉണ്ടെന്ന് വാങ്ങിച്ചോളില്ല, കാരണം അങ്ങനെ കുട്ടിയില്ല നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഭദ്രമായിട്ട് ഞാൻ അതിൻ്റെ ഈ ട്രേയിൽ ഇത് വാങ്ങി വെച്ച് ഇദ്ദേഹത്തിൻ്റെ കൊടുക്കുന്നു. അദ്ദേഹം അത് വാങ്ങി വയ്ക്കുന്നു, പേര് വിളിക്കുന്നു, 2 പ്രാവശ്യം വിളിക്കുന്നു, 3 പ്രാവശ്യം വിളിക്കുന്നില്ല. ഇത് ഇദ്ദേഹം തിരിച്ചു മറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ നോക്കി, കാരണം വ്യക്തമായിട്ട് പൊന്തിച്ച് നോക്കിയൊക്കെ ചെയ്തു. സോറി സാർ, എന്നാൽ കുട്ടി വന്നിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ ഭദ്രമായി വാങ്ങി മാറ്റി വയ്ക്കുന്നു. നല്ലൊരു ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു, ഒരു മെമെൻറ്റോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പ്രതിമ, അപ്പോൾ അതിന് ഓരോ ക്ലബ്ബുകാർ തന്നതാണല്ലോ, അവർ കൊടുക്കുന്നതാണല്ലോ അവർ. പിന്നെ ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടെ അവർ കൊടുത്തിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് വാങ്ങി വെച്ചിട്ട് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഞാനത് വളരെ ഭദ്രമായിട്ട്, കാരണം ഇത് എൻ്റെ ഉദ്ദേശം എനിക്കല്ലേ അറിയുള്ളൂ, ഇതാണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളത്. ഞാൻ അങ്ങനെ ഇതെല്ലാം കസ്റ്റഡിയിൽ എടുത്ത് ഞാൻ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ കൊണ്ടുപോയി പരിശോധിച്ച് നടത്തിയപ്പോൾ ആദ്യം ഞാനാണ് ബോധം കെട്ടത്, ഈ പറഞ്ഞ ഓഫീസർമാരെക്കാളും. ഇത് ഞാൻ വെളിയിൽ പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണെന്നുള്ള ഉറപ്പാണ്. കാരണം അത്രത്തോളം ഒരു വലിയ, നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു മനുഷ്യനാണ്. എന്തുകൊണ്ടും ഞാൻ അതുകൊണ്ട് തന്നെ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ഇത് കഥയല്ല, ഇത് ജീവിതം എന്ന് പറയുന്നത് പോലെയുള്ളൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൽ. അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഞാൻ ഇങ്ങനെ തെളിവ് സഹിതം ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ, അന്നുണ്ടായിരുന്ന മേലുദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് അവസ്ഥ, ഈ കേസിൽ ഇത് നമ്മളിത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ചയാണ്, ഇത് ഇയാളാണെന്നുള്ളത് 100% ഉറപ്പാണ്, ഇത് ഇന്നതിൻ്റെതാണ് അതിൻ്റെ തെളിവ്, നമ്മളെന്ത് ചെയ്യാൻ പറ്റും.
അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എൻ്റെ പ്രഷറിലും ഈ വഴങ്ങി അത് വേറെ പലരുമായിട്ടൊക്കെ അവരൊക്കെ സംസാരിച്ച് ആശയവിനിമയം നടത്തിയിട്ട് ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കേസ് തെളിയിക്കേണ്ടതും കൂടെ ആവശ്യമാണല്ലോ. ഒരാളൊരു മാനസിക രോഗിയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അയാളൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. അതിനുശേഷം അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നു. അറസ്റ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഹാൻഡ് കപ്പ് ഉപയോഗിച്ച് കാലിലും ഒരു മേശയുടെ കാലുമായിട്ട് കൂട്ടിക്കെട്ടി രണ്ടാമത്തെ നിലയിലാണ് അന്ന് അവിടെ പാർപ്പിക്കുന്നു. ഇയാൾ ചാടിപ്പോകുന്നുള്ളത് ഏകദേശം ഉറപ്പുള്ളതുകൊണ്ട് ആ മനുഷ്യൻ രാത്രി ഒരു 10:30 മണിയായ സമയത്ത് ആ മേശയുടെ കാല് എങ്ങനെയോ അതിൻ്റെ ഈ കുറുക്ക് പടിയുണ്ട് അത് പൊട്ടിച്ചിട്ട് അതിലെ ഊരി എടുത്തിട്ട് ഇയാൾ ഈ ചങ്ങല ഇങ്ങനെ ഇവിടെ അരയിൽ കെട്ടിയിട്ട് പോയി. രാത്രി സിനിമ സെക്കൻഡ് ഷോ കഴിഞ്ഞ് പോകുമ്പോൾ ഈ ഒരു എന്താ പറയുക ഒരു ചെലങ്ക ശബ്ദം പോലെ കേട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അങ്ങനെ അവർ വന്നു, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ മനുഷ്യനെ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തു. അങ്ങനെ അറസ്റ്റ് ചെയ്തു, ലോക്കപ്പിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്തു. ആ കേസിൽ അദ്ദേഹത്തിന് ശിക്ഷയും കിട്ടി. ഈ വ്യക്തി ഇയാളെ പിടിച്ചതിന് ശേഷം ഇയാൾ പറഞ്ഞാണ് റെയിൽവേ ഗേറ്റ് കീപ്പർ ഒരു ഇൻഫർമേഷൻ തന്നിരുന്നു. ആ വണ്ടിയുടെ മുകളിൽ എന്തോ ഒരു 10-12 അടി നീളമുള്ള ഒരു കോണി പോലൊരു സാധനം വെച്ച് കണ്ടിരുന്നു സാർ. എല്ലാ പ്രാവശ്യവും അത് കണ്ടിരുന്നു. ഒരു 10-12 അടി ഉണ്ടാവുള്ളൂ, 3 നില വരെ എത്തില്ല അത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇതിന് വണ്ടിയുടെ മുകളിൽ കണ്ടിരുന്നു. അങ്ങനെയുള്ള വണ്ടിയുടെ മുകളിൽ ഈ ഒരു സാധനം പോകേണ്ട കാര്യമില്ല. അത് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ശ്രദ്ധിച്ചു. അത് എന്താണ് ഇങ്ങനെ മുകളിൽ വെച്ച് കെട്ടിയേക്കുന്നത്? ഈ ലഗേജിൻ്റെ കാരിയറിൻ്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ 2 ഹൂക്ക് പോലത്തെ 2 അതിനകത്ത് വടി കെട്ടിയിട്ട് അതിനകത്ത് നിന്ന് കമ്പി പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ തുറന്നു കിടക്കുന്ന ജനലിൽ ഇത് കൊളുത്തിയിട്ട് ഇയാൾ കയറിൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് കയറിൽ ഓരോരോ കെട്ടുകളിട്ടുണ്ട് ചവിട്ടി കയറാനായിട്ടുള്ളത്. ഈ വിരൽ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഈ എല്ലാ കേസിലും ഇയാൾ ചെയ്യുന്ന താഴെ ഇറങ്ങിയിട്ട് തിരിച്ച് വടി കൊണ്ട് ആ കയറ് അതിൻ്റെ ഹൂക്കെടുക്കും, ഇതിന് വയ്ക്കും, കാറിൽ വയ്ക്കും, കൊണ്ടുപോകും. ഇതാണ് ഈ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്, ഈ എല്ലാ കേസിലും ചെയ്തിട്ടുള്ളത്. ഇത് അവസാനം ഈ ഇദ്ദേഹത്തിൻ്റെ വീട് ഈ പരിശോധിച്ചപ്പോൾ അത് തന്നെ വളരെ ഭയന്നിട്ടാണ് എല്ലാവരും പോയത്. കാരണം അതിന് എന്ത് സംഭവിക്കാമെന്നുള്ളത് അറിയില്ല. അങ്ങനെ വീട് പരിശോധിച്ചപ്പോൾ ഇദ്ദേഹം കൊണ്ടുവച്ചിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് കൊണ്ടുവച്ചിട്ടുള്ള ആ പെട്ടി പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആ ഒരു വലിയൊരു മരത്തിൻ്റെ പെട്ടിയാണ്. ആ മരത്തിൻ്റെ പെട്ടിയിൽ ഏകദേശം ഫുള്ളായിട്ട് ഈ പറഞ്ഞ മാതിരി ചീഞ്ഞ് നാറിയ വസ്ത്രങ്ങളും സ്വർണവും അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങൾ, വാച്ചുകളുണ്ട്, സ്വർണ്ണമുണ്ട്. അതൊന്നും അയാൾ ഉപയോഗിച്ചിട്ടില്ല, നശിപ്പിച്ചിട്ടില്ല. ഒക്കെ എന്നത് കൊണ്ട് ഡംപ് ചെയ്തിരിക്കുകയാണ്. അത് തുറക്കുമ്പോൾ ഞാൻ അവിടെ സ്പോട്ടിലുണ്ട്. അന്ന് ബോധം കെടാഞ്ഞത് ആരും ബോധം കെട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത് അത്രത്തോളം രൂക്ഷമായ ഗന്ധമാണ് അതിൽ നിന്ന് വന്നത്. ഈ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങൾ ഇങ്ങനെ ഡംപ് ചെയ്ത് വെച്ചിരുന്നിട്ട് അതൊരു മാനസിക രോഗം കൊണ്ടാണല്ലോ, മാനസിക രോഗത്തിൻ്റെ അവസ്ഥയാണല്ലോ അത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ സാധ്യതയില്ല അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള കേസുകളിൽ പോലും നമ്മൾ ബുദ്ധിപൂർവ്വം പെരുമാറിയാൽ അതിൻ്റെ എല്ലാ സാധ്യതകളും ഈ വിരലടയാളത്തിൻ്റെ എല്ലാ സാധ്യതകളും എടുത്ത് പ്രയോഗിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് അതിലുണ്ടാകാം എന്നാണ് എൻ്റെ അനുഭവം. ഈ കേസ് എന്നെ പഠിപ്പിച്ചതാണ്. നമുക്ക് ഇവനെ വിട്ടാൽ ഈ നാട് ഇവൻ മുടിച്ചു കളയും. കാരണം ഈ പറഞ്ഞ മാതിരി ഇവൻ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യം ഇവനല്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് രക്ഷപ്പെട്ടാൽ ഇവൻ ഇതിനപ്പുറം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കൊരു അറ്റ കൈ പ്രയോഗിക്കാം, അതേ മാർഗ്ഗമുള്ളൂ. അല്ല ഇവനെ വിടുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ അടുത്ത മുറിയിൽ ഒരു ദിവസം സന്ധ്യയ്ക്കാണത് അടുത്ത മുറി. അപ്പോൾ ഞാൻ എന്നിട്ട് അയാളോട് പറയുകയും ചെയ്തു, അതുകൊണ്ട് കാര്യം ചെയ്യും, അവൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ബിരിയാണിയോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തേക്ക്. ഇന്ന് അവൻ്റെ ഒട്ടുകിടത്ത ദിവസമല്ലേ, അവൻ കഴിച്ചോട്ടെ, എന്ത് വേണമെന്ന് പറഞ്ഞാലും ചെയ്ത് കൊടുക്കാം. വെള്ളം അടിക്കണോ അത് വാങ്ങിച്ചു കൊടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് അടുത്തിരുന്ന് പെട്ടെന്ന് ഇവൻ പറഞ്ഞു, സാറേ എന്നെ കൊല്ലല്ലേ സാറേ, ഞാൻ പറയാം, ഞാനാണ് ചെയ്തത്, സാധനം ഇന്നടുത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു.